നമസ്കാരം സുഹൃത്തുക്കളെ. ബി.ജെ.പി. കൗൺസിലർമാരുള്ള സ്ഥലത്ത് തന്നെ ആറാ പുറഞ്ചം പിടിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പിടിച്ചാൽ എന്റെ വീടിന്റെ മുന്നിൽ പിടിക്കാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ അത് നിയമവിരുദ്ധമാണ്. എന്റെ വീടിന്റെ മുന്നിൽ ഇവരുടെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന പലരുടെ വീടിന്റെ മുന്നിൽ പിടിച്ചു. എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. ഇത്രയും ദിവസം വി ശിവൻകുട്ടിയും അതേപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും ജോയിയുമൊക്കെ നിരന്തരമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ വി രാജേഷിനും അവരുടെ ആ ഭരണസമിതിക്കുമെതിരെ നിരന്തരമായിട്ട് ആരോപിച്ചുകൊണ്ടിരുന്ന എന്തായിരുന്നു? അവിടെ ആ പരിധിയിലുള്ള ജനങ്ങൾക്ക് തെരുവിലിറങ്ങി അല്ലെങ്കിൽ റോഡിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, വലിയ നായശല്യമാണ്, ആളുകളെ ഇത് ഓടിച്ചിട്ട് കടിക്കുന്നു, കോർപ്പറേഷൻ നായ്ക്കളെ പിടിക്കുന്നില്ല എന്നായിരുന്നു പരാതി. ഇപ്പോൾ ഈ നായസ്നേഹിയായിട്ടുള്ള ഈ സ്ത്രീ പറയുന്നത് കേട്ടോ. കണ്ണി കണ്ട നായ്ക്കളെ എല്ലാം അറഞ്ചം പുറഞ്ചം പിടിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് വരെ പിടിച്ചു, അടുത്ത ആളുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് പിടിച്ചു. അങ്ങനെയൊന്നും പിടിക്കാൻ നിയമമില്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അങ്ങനെയൊക്കെ പിടിക്കാൻ നിയമമുണ്ട്. ലൈസൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ഇഞ്ചക്റ്റൊന്നും ചെയ്യാത്ത വന്ധീകരിക്കാത്ത നായ്ക്കൾ, വന്ധീകരിച്ചാണെങ്കിലും ഇതേപോലെ തെരുവിൽ നടക്കുന്ന നായ്ക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. ഇനി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യുന്നത് ഇങ്ങനെ ഈ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ പിടിച്ചിട്ട് കൊല്ലുകയല്ല ചെയ്യുന്നത്, അതിനെ ഷെൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടും അവരത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. നായ്ക്കളെ പിടിക്കുന്നില്ല എന്നായിരുന്നു ശിവൻകുട്ടിയും കടകംപള്ളിയുമൊക്കെ കഴിഞ്ഞ ദിവസം വരെ ആരോപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നായ സ്നേഹികൾ തന്നെ വന്ന് നേരിട്ട് പറയുന്നു, അറഞ്ചം പുറഞ്ഞം പിടിച്ചുകൊണ്ട് പോവുകയാണെന്ന്. ശരിയാണ്, എവിടെ നിന്നെങ്കിലും ആ കോർപ്പറേഷൻ പരിധിയിൽ എവിടെ നിന്നെങ്കിലും കോർപ്പറേഷനിലേക്ക് അതിൻ്റെ പ്രത്യേക ഡെസ്കും മറ്റുമൊക്കെ ഉണ്ട്. അവിടേക്ക് ഇവിടെ 3-4 നായ്ക്കളെ കാണുന്നുണ്ട്, പെട്ടെന്ന് വന്നാൽ പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു കോള് ചെന്നാൽ ഉടൻ തന്നെ നായ്ക്കളെ പിടിക്കാനുള്ള ആളും വണ്ടിയും അവിടേക്ക് കോർപ്പറേഷൻ വിട്ടിരിക്കും. പറ്റുമെങ്കിൽ കിട്ടാവുന്ന അത്രയും നായ്ക്കളെ തന്നെ പിടിക്കും. ചിലതൊക്കെ 1-2 പിടിക്കും തന്നെ അടുത്തെടുത്ത് ഓടിക്കളയും. അതിനെ ആ സമയത്ത് കിട്ടണമെന്നില്ല. പക്ഷേ വേറൊരു ദിവസമോ അല്ലെങ്കിൽ വേറൊരു അവസരത്തിലോ അതിനെയൊക്കെ പിടിക്കുന്നുണ്ട്. പരമാവധി അവർ പിടിച്ച് പലയിടത്തായിട്ട് മാറ്റുന്നുണ്ട്. കോവളം പോലുള്ള സ്ഥലങ്ങളിൽ ഈ ആനിമൽ റെസ്ക്യൂ സെൻ്റർ എന്നൊക്കെ പറഞ്ഞ ചില സന്നദ്ധ സംഘടന മറ്റുമൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എടുക്കാവുന്ന അത്രയും അവരെടുക്കുന്നുണ്ട്. വേറെ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി അത്തരം സ്ഥലങ്ങളിലേക്ക് അവർ ഷെൽട്ടർ ചെയ്യുന്നുണ്ട്. ഈ സംഗതി അവിടെ നടക്കുന്നുണ്ട്. അല്ലാതെ ഈ പിടിക്കുന്ന നായ്ക്കളെ അവർ കൊല്ലുകയല്ല ചെയ്യുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ അനുഭവം ഉള്ളതായിരിക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ തന്നെ ഇതുപോലെ ഈ തെരുവ് നായ്ക്കളെയൊക്കെ കുറേ എണ്ണം കുറയ്ക്കാൻ വേണ്ടി അവരിതുപോലെ ഈ നായ്പിടുത്തക്കാരെയൊക്കെ വിട്ടിരുന്നു. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നല്ല പരിശീലനം സിദ്ധിച്ചവരാണ്. അവരെയൊന്നും കാണുമ്പോൾ ഈ നായ്ക്കൾ ഓടുന്നതായിട്ട് പോലും കണ്ടിട്ടില്ല. നമ്മളെയൊക്കെ കാണുമ്പോൾ വരെ കുറച്ചുകൊണ്ട് വരുന്നവർ ഇവരെ കാണുമ്പോൾ പതുങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ഇവർ ഒരു പ്രത്യേക രീതിയിൽ ഈ ഒരു എന്താ പറയുക, കഴുത്തിൽ കുടുക്കിടുകയാണ്. ഇങ്ങനെ എറിഞ്ഞ് പിടിച്ചിട്ട് ഇതിനെ പിടിച്ച് ഇങ്ങനെ പതുക്കി കിടത്തിയിട്ട് സിറിഞ്ച് വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് അല്പസമയം കൊണ്ട് തന്നെ ഇത് ചത്തുപോകും. എന്നിട്ട് പിന്നെ കുഴി എടുത്ത് ആ കുഴിക്കകത്തിട്ട് മൂടി. അങ്ങനെ എത്രയോ നായ്ക്കളെ ഈ കേരളം അങ്ങോളം ഇങ്ങോളം അവർ കൊന്നിട്ടുണ്ട്. അതല്ല ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്നത്. അവിടെ ഇതുങ്ങളെ പിടിച്ചിട്ട് ഷെൽട്ടർ ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ നായസ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഏറ്റവും വലിയ നാടകം വരാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം വരെ നായ്ക്കളെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ അലമ്പുണ്ടാക്കിക്കൊണ്ടിരുന്ന CPM-കാർ നാളെ മുതൽ നോക്കിക്കോളൂ ഇവരുടെ പിന്നാലെ ആയിരിക്കും. അതായത് എല്ലാ നായ്ക്കളെയും പിടിച്ചുകൊണ്ട് പോകുന്നത്, വീടിനകത്തുനിന്നവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന തരത്തിലായിരിക്കും നാളെ മുതൽ അവർ ആരോപണം ഉന്നയിക്കാൻ പോകുന്നത്. അതായത് ഒരു വിധേയനെയും കോർപ്പറേഷൻ്റെ ഭരണം സുഗമമായി നടത്താൻ അവർ സമ്മതിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. കാരണം അവരുടെ 40 വർഷത്തെ അഴിമതികളാണ് മേയറും കൂട്ടരും വെളിപ്പെടുത്തി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. എത്രയോ ഫയലുകൾ ഇനിയും പരിശോധിക്കാൻ കിടക്കുന്നു. 20,000 രൂപ മൊത്തത്തിൽ വിലയുള്ള ഒരു നിലവിളക്ക് ഓരോ ദിവസവും ഓരോ പരിപാടിക്കും അവർ വാടകയ്ക്ക് എടുത്തുകൊണ്ടിരുന്നത് 6,000 രൂപയ്ക്കായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. 20,000 രൂപയ്ക്ക് 1-2 നിലവിളക്ക് സ്വന്തമായി ആ കോർപ്പറേഷൻ വാങ്ങി വെച്ചാൽ പോരെ. ഇങ്ങനെ ഓരോ ദിവസത്തെ പരിപാടിക്ക് 6,000 രൂപ വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതൊക്കെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. ഇങ്ങനെ 100 കണക്കിന് തട്ടിപ്പുകൾ ഇവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും പിടിക്കാതിരിക്കാൻ എങ്ങനെ ഈ ഭരണത്തിൻ്റെ അലമ്പുണ്ടാക്കുക, ഇവരെ പറ്റുമെങ്കിൽ അതിൽ നിന്ന് താഴെ ഇറക്കുക, ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതിനാൽ ഓരോ ദിവസം കഴിയും തോറും അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആരോപണങ്ങൾ അവരുടെ മുന ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം പറയും നായ്ക്കളെ പിടിക്കുന്നില്ല എന്ന് പറയുന്നവർ തന്നെ അടുത്ത ദിവസം എന്ന് പറയും കണ്ണിക്കണ്ട നായ്ക്കളെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയും. എന്തായാലും ഇതുപോലെ നടക്കുന്ന കുറേ നായസ്നേഹികളുണ്ട്. അവരോട് തുറന്ന് പറയാനുള്ള കാര്യം, മനുഷ്യൻ്റെ ജീവൻ കഴിഞ്ഞിട്ടുള്ള നായസ്നേഹമൊക്കെ മതി. നിങ്ങൾക്കൊരു പക്ഷേ നായ ആയിരിക്കും വലിയ കാര്യം. പക്ഷേ നമ്മൾ പത്രത്തിലൂടെയും TV-യിലൂടെയൊക്കെ ഒരുപാട് ഈ വാർത്തകൾ കണ്ട് തല മരവിച്ച് പോയിട്ടുണ്ട്. അതായത് കൊച്ചു കുട്ടികളെ പോലും, കളിച്ചുകൊണ്ടിരുന്ന കൊച്ചു കുട്ടികളെ പോലും അതിക്രമിച്ച് കയറി, വീടിൻ്റെ അകത്തേക്കൊക്കെ അതിക്രമിച്ച് കയറി നായ്ക്കൾ
തെരുവ് നായ്ക്കളും മറ്റുമൊക്കെ കടിച്ചു കയറിയ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നായസ്നേഹമൊക്കെ മതി. നിങ്ങൾക്ക് നായ്ക്കളെ വളർത്തണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, മേയറോട് പറഞ്ഞാൽ മതി, 5-10 എണ്ണം തരും, നിങ്ങൾ വീട്ടിൽ കൊണ്ടിട്ട് മതിൽക്കെട്ടിനകത്തിട്ട് വളർത്തിക്കുക, ഒരു കുഴപ്പവുമില്ല. അല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ നായ്ക്കളെ അവർ പിടിക്കുകയും ചെയ്യും, ഷെൽട്ടർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എത്ര കടന്ന് കരഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല. മുൻപൊക്കെ നിങ്ങളെയൊക്കെ പിന്താങ്ങാൻ വേണ്ടിയിട്ട് ഇത് കേട്ട പാടെ ഓടി വരുന്നൊരു കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മനേക ഗാന്ധി. അവരെ ഇപ്പോൾ കുറേ നാളായിട്ട് യാതൊരു അനക്കവുമില്ല. അതിനാൽ ഇന്നത്തെ ഈ 2026 പോലുള്ള ഈ കാലത്ത് ഒരുപാട് പിന്തുണ നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിക്കരുത്. കാരണം ജനം ഇതൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് അഭ്യാസമൊക്കെ ആയിക്കോളൂ. അവർ ആ നായ്ക്കളെ പിടിക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടല്ല, അതിനെ ഷെൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിനാൽ ഈ കിടന്ന് കാണിക്കുന്ന അഭ്യാസം അത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് പറയുന്നു. ഡൽഹിയിൽ പാറ്റ സമരവും തിരുവനന്തപുരത്ത് നായ സമരവും എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അത്രയേ ഉള്ളൂ.